ദുന്ദുഭികൾ തരളമായി ദിങ്മുഖമോ. എന്താ പീനട്ട് പോയ സ്കുരലിനെ പോലെ ഇരിക്കണത്? എടാ എന്റെ കൂടെ പഠിച്ചവർ കല്യാണം കഴിഞ്ഞ പിള്ളേരുമായി. ഇന്നലെ ഒരുത്തിരി കണ്ട എന്റെ ജൂനിയർ ഗർഭിണി. ഈ ജെന്നിസൊക്കെ എങ്ങോട്ടായി പോണേ? നിനക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതല്ല എടാ, ഞാനിവിടെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ എന്താണ് കാണിക്കുന്നത്? ഇവർക്ക് ജീവിതത്തോടൊരു ഉത്തരവാദിത്തമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കണാണോ നിന്റെ കൂട്ടിമുട്ടിക്കല്? അതെങ്ങനെയാ? ഞാൻ ജീവിതം കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തന്മാരെ വിളിച്ചോളൂ, വാ ചായ കുടിക്കാൻ പോ, വാ പഞ്ചസാര മേടിക്കാൻ പോ, റേഷൻ കട പോ, ഉണ്ടാക്കാം. അത് ശരി, നേരം വിളിക്കണേന് മുമ്പ് രാവിലെയും എഴുന്നള്ളിക്കോളും. അമ്മ എഴുന്നേക്കണ മുമ്പാ നീ വന്നത്. എന്റെ വീട്ടിലെ അമ്മ പറയണത് നീയാ കഞ്ഞിയും കറിയും വെക്കണേ. വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയും ചെയ്യും, വീട്ടിലുള്ള മൊത്തം അടിച്ചു കയറ്റുകയും ചെയ്യും. എന്നിട്ടാ കൂട്ടിമുട്ടിക്കാൻ നടക്കുന്നത്. അപ്പൊ നിന്നെയും കൂടെ തീറ്റി പോറ്റാനായിട്ടേ എന്റെ അച്ഛൻ ഡബിൾ ഷിഫ്റ്റ് ചെയ്യണത്. എടാ അത് വിട്, വിഷമിക്കല്ലേ. നാളെ തൊട്ട് നീ വീട്ടിട്ട് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതുകൊട്ടെ, നമ്മുടെ ഇലക്ഷൻ ദിവസം തൃശ വിജയുടെ വീട്ടിൽ പോയിട്ട് എന്താ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളറിയണ്ടതൊക്കെ. അതങ്ങനെ നിനക്കറിയാം? എടാ എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് തമിഴ്നാട്ടിലുണ്ട് പിടി. അതിനിപ്പോ എന്നാ കുഴപ്പം? എന്റെ സൈഡ് ചിക്ക് എന്റെ വീട്ടിൽ വരാനല്ലോ, അതോ എന്റെ അപ്പനുള്ളപ്പോ? അപ്പൊ അപ്പനൊന്നും പറയില്ലേ? അപ്പനൊന്നും പറയില്ല, അപ്പന്റെ സൈഡ് ചിക്ക് കൊണ്ട് വരാറുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു ഡീലിങ്സാ. അപ്പനില്ലാത്ത പരിപാടിയാണല്ലോ കാണിക്കുന്നത്. ആ ജീവിതം കൂട്ടിമുട്ടിക്കാനായിട്ടെ ചായ കുടിച്ചിട്ട് വരാം. ജീവിതം കൂട്ടിമുട്ടിക്കാൻ പറ്റിയ സ്ഥലം.